നമസ്കാരം. മെഗാ സീരിയലുകൾ സെൻസറിംഗ് നടത്തണമെന്നും എപ്പിസോഡുകളുടെ എണ്ണം 20 കുറയ്ക്കണമെന്നും വനിതാ കമ്മീഷന്റെ പ്രസ്താവന കഴിഞ്ഞ ആഴ്ചകളിൽ വന്നിരുന്നു. അതിനെക്കുറിച്ചൊരു വീഡിയോ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നടനും ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക ചെയർമാനുമായ പ്രേംകുമാർ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് പുതിയ സംഭവങ്ങൾക്ക് തിരികൊളുത്തി കഴിഞ്ഞു. ഒരു മാലപ്പടക്കത്തിന് മരുന്നിട്ട പ്രേംകുമാറിനെതിരെ കൂട്ടമായുള്ള ആക്രമണവും തുടങ്ങിക്കഴിഞ്ഞു. ആകെ പുലിവാലി പിടിച്ച അവസ്ഥയിലായി കാര്യങ്ങൾ. ഇനി ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. ആദ്യം പ്രേംകുമാറിന്റെ പ്രസ്താവനകൾ ഇങ്ങനെയാണ്. മലയാളത്തിലെ ചില സീരിയലുകൾ എൻഡോസൾഫാനേക്കാൾ മാരക വിഷമാണ് സമൂഹത്തിൽ പടർത്തുന്നത്. സിനിമ, സീരിയൽ, വെബ് സീരീസുകൾ എന്നിവയ്ക്ക് സമൂഹത്തിലെ ഒരു വലിയ ജനവിഭാഗത്തെ സ്വാധീനിക്കുവാൻ കഴിയും. അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് മുഴുവൻ സമൂഹത്തിന്റെ ശിഥിലീകരണത്തിന് കാരണമാകും. അതിരുകളില്ലാത്ത ആശയ സ്വാതന്ത്ര്യത്തെ അനുകൂലിക്കുന്നുണ്ട്. സിനിമകൾക്ക് സെൻസർഷിപ്പ് ഉണ്ട്, സീരിയലുകൾക്ക് അതില്ല. ഇതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്നത് സെൻസർ നടത്താതെ അന്നേ ദിവസം തന്നെ ടെലികാസ്റ്റ് ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. കുടുംബങ്ങളിലെത്തുന്ന ടെലിവിഷൻ സീരിയലുകൾ കാണുന്ന കുട്ടികൾ ഇതാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഇതിനെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും ഈ രംഗത്തുള്ളവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുമെന്നുമൊക്കെ പ്രേംകുമാർ പറയുന്നു. ഈ പ്രസ്താവനകൾ വന്നയുടൻ തന്നെ നടൻ ഹരീഷ് പേരടിയും ധർമ്മജൻ ബോൾഗാട്ടിയും വിമർശനവുമായി രംഗത്തെത്തി. ഹരീഷ് പേരടിയുടെ വാക്കുകൾ നോക്കാം. പ്രേംകുമാർ ജീവിക്കുന്നത് എൻഡോസൾഫാനേക്കാൾ മാരകമായ നിലയിലാണ്. അതിൽ നിന്നാണ് എഴുത്തുകാരും സംവിധായകരും മെഗാ സീരിയലുകൾക്കായുള്ള കഥകളൊക്കെ കണ്ടെത്തുന്നത്. മെഗാ സീരിയലുകളിൽ കാണിക്കുന്ന കാര്യങ്ങൾ നാളെ യഥാർത്ഥ ജീവിതത്തിലും സംഭവിക്കും എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. സീരിയലുകളുടെ കുടുംബത്തിൽ നിന്നും എത്തിയ പ്രേംകുമാർ സർക്കാരിലെ ഉന്നത പദവിയിലെത്തിയപ്പോൾ സ്വന്തം കുടുംബാംഗങ്ങളെ തള്ളിപ്പറയുകയാണ്. നിത്യവൃത്തിക്കായി പണിയെടുക്കുന്ന സീരിയൽ തൊഴിലാളികളുടെ ജീവിതത്തെയാണ് പ്രേംകുമാർ തള്ളിപ്പറയുന്നത്. എനിക്ക് ശേഷം പ്രളയമെന്ന തരത്തിലുള്ള കാഴ്ചപ്പാടാണിത്. ഇനി ധർമ്മജൻ ബോൾഗാട്ടി പറഞ്ഞതിങ്ങനെ: ഞാൻ 3 മെഗാ സീരിയലുകൾക്ക് കഥ എഴുതിയിട്ടുണ്ട്. എനിക്ക് അതിൽ അഭിമാനവുമുണ്ട്. സീരിയലുകൾ എൻഡോസൾഫാനേക്കാൾ മാരകമാണെന്ന് പറയുന്ന പ്രേംകുമാർ തന്നെ സീരിയലുകളിലൂടെയാണ് അറിയപ്പെട്ടത്. ഉന്നത പദവിയിൽ എത്തിയതുകൊണ്ട് കൊമ്പൊന്നും മുളയ്ക്കാറില്ല. പാവങ്ങൾ ജീവിച്ചു പൊയ്ക്കോട്ടെ. പിന്നീട് ഈ വിഷയം ടെലിവിഷൻ പ്രവർത്തകരുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റ് ആത്മ ഏറ്റെടുത്തു. സീരിയൽ രംഗത്ത് കുറവുകളുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്താണ് പ്രേംകുമാർ ഇരിക്കുന്നത്. അത് മറന്ന് അഭിനേതാക്കളുടെ അന്നം മുടക്കുന്ന പണിയാണ് പ്രേംകുമാർ ചെയ്യുന്നത്. ആത്മയുടെ ജനറൽ സെക്രട്ടറി ദിനേശ് പണിക്കർ പറഞ്ഞിരിക്കുകയാണ്. OTT പ്ലാറ്റ്ഫോമുകളിലും വെബ് സീരീസുകളിലും സമൂഹ മാധ്യമങ്ങളിലും സ്റ്റേജ് ഷോകളിലും നടക്കുന്നതൊന്നും പ്രേംകുമാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? അവിടെയൊന്നും ഇല്ലാത്ത എൻഡോസൾഫാനിസം സീരിയലുകളിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് ഏത് സീരിയൽ എന്നുകൂടി പ്രേംകുമാർ വ്യക്തമാക്കണമെന്നും അതിൻ്റെ ഉത്തരവാദിത്വം പ്രേംകുമാറിനുണ്ട്. ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്ത് എത്തി 4 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ സീരിയലുകളുടെ ഉള്ളടക്കം നന്നാക്കുവാനോ ക്ഷേമ പ്രവർത്തനങ്ങൾക്കോ പ്രേംകുമാർ പ്രവർത്തിച്ചിട്ടില്ല. PF, ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ ഇല്ലാത്ത പാവങ്ങളായ സീരിയൽ കലാകാരന്മാരുടെ മേലാണ് പ്രേംകുമാറിന്റെ പ്രസ്താവനകൾ വന്നിരിക്കുന്നത്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചാനലുകളെയും ടെലിവിഷൻ പ്രവർത്തകരെയും വിളിച്ചുകൂട്ടി എൻഡോസൾഫാനിസം ഒഴിവാക്കുവാനുള്ള സംശുദ്ധമായ നടപടികൾ ചെയ്യണം. ഇതാണ് ദിനേശ് പണിക്കരുടെ ശക്തമായ പ്രതികരണം പ്രേംകുമാറിനെതിരെ വന്നിരിക്കുന്നത്. ആത്മയുടെ പ്രസിഡന്റ് കൂടിയായ മന്ത്രി KV ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ദിനേശ് പണിക്കരുടെ തുറന്ന കത്ത് വന്നിരിക്കുന്നത്. എന്നാൽ സീരിയലുകളുടെ പ്രമേയത്തോടാണ് തനിക്ക് വിയോജിപ്പുള്ളതെന്ന് പ്രേംകുമാർ മറുപടി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. താനിത് 10 വർഷം മുൻപേ തന്നെ പറഞ്ഞതാണ്. എല്ലാ സീരിയലുകളെക്കുറിച്ചുമല്ല, ചില സീരിയലുകളെക്കുറിച്ചാണ് താനിത് പറഞ്ഞത്. സിനിമ കാണാനായി ടിക്കറ്റ് എടുക്കുമ്പോൾ അത് കുട്ടികളെ കാണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാൻ മാതാപിതാക്കൾക്ക് അവസരമുണ്ട്. സീരിയലിൽ ആ അവസരമില്ല. എന്തായാലും ചലച്ചിത്രമേള കഴിയുന്ന മുറയ്ക്ക് സീരിയലുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുവാനായുള്ള ഒരു ചർച്ച സംഘടിപ്പിക്കും. എന്നാൽ ഇപ്പോൾ പ്രേംകുമാർ ഈ നടത്തുന്നതെല്ലാം കയ്യടിക്ക് വേണ്ടിയാണെന്നാണ് ദിനേശ് പണിക്കരുടെ അഭിപ്രായം. കുടുംബ പ്രേക്ഷകർക്ക് കുറഞ്ഞ ചെലവിൽ ആസ്വദിക്കുവാൻ കഴിയുന്ന വിനോദ ഉപാധിയാണ് സീരിയലുകൾ. ഏത് കാണണം, ഏത് കാണണ്ട എന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്നൊക്കെ ദിനേശ് പണിക്കർ പറയുകയാണ്. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് കലുഷിതമായ സീരിയൽ വിഷയം കൊഴുക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.